നമുക്ക് പുറത്ത് കാത്തിരിക്കാം. കുറച്ച് മുമ്പ് ദയവായി പുറത്ത് കാത്തിരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മറുപടി പോലെ നമ്മൾ പരസ്പരം പറയുന്നതായിട്ട്. നമുക്ക് പുറത്ത് കാത്തിരിക്കാം. നമ്മൾ ഇതുവരെ പറഞ്ഞ സെൻറ്റൻസുകളൊന്നും ഇതിന് യോജിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലേ? നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ്. നമുക്ക് അവനോട് ചോദിക്കാം. ലെറ്റസ് ആസ്ക് ഹിം. നമ്മളിതുവരെ കാണാത്തതാണ് ലെറ്റസ്. ഈ ലെറ്റ് എന്ന് വെച്ചാൽ അനുവദിക്കുക എന്നുള്ളൊരർത്ഥമുണ്ട്. ലെറ്റ് ഹിം ഡു ഇറ്റ്, അവൻ ചെയ്യട്ടെ. അത് അനുവാദമാണെന്നില്ല, എന്നാൽ അവൻ ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ മലയാളത്തിൽ അത് ഏത് സെൻസ്, മലയാളത്തിൽ ചിലപ്പോൾ രണ്ട് സെൻസിൽ ഉപയോഗിക്കില്ലേ? പക്ഷെ അസ് പറയുമ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം എന്നാണ്. ഇത് നോക്കൂ, അടുത്ത സെൻറ്റൻസ് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും. അവൻ എൻ്റെ അടുത്തേക്ക് വരട്ടെ. വേണമെങ്കിൽ അതൊരു വാശി പോലെ ആവാം. ലെറ്റ് ഹിം കം ടു മീ. അവൻ എൻ്റെ അടുത്തേക്ക് വരട്ടെ. അതല്ലെങ്കിൽ വേണമെങ്കിൽ അവൻ എൻ്റെ അടുത്തേക്ക് വന്നോട്ടെ. ലെറ്റ് ഹിം കം ടു മീ. അവനെ എൻ്റെ അടുത്തേക്ക് വിട്ടേര് എന്നുള്ള രീതിയിലും ആകാം. മലയാളത്തിലും നമ്മൾ പറയുന്ന ടോൺ അനുസരിച്ച് അർത്ഥം മാറുമല്ലോ. അതുപോലെ തന്നെ അവൻ ചിന്തിക്കട്ടെ. ലെറ്റ് ഹിം തിങ്ക്. അവൻ ചിന്തിക്കട്ടെ. ലെറ്റ് ഹിം തിങ്ക്. ഞാൻ ആദ്യം പറഞ്ഞ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. ഹി അല്ല, ഹിസും അല്ല, ഹിം ആണ്. ആദ്യം അസ്സാണെന്നുള്ളത്, വി അല്ല. അവൾ ജോലി ചെയ്യട്ടെ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക? ലെറ്റ് ഹെർ വർക്ക്. ലെറ്റ് ഷീ വർക്ക് അല്ല, ലെറ്റ് ഹെർ വർക്ക്. അല്ലെങ്കിൽ ലെറ്റ് ഹെർ ഡു ദ ജോബ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി കറക്റ്റ് കേട്ടോ. അവളുടെ ജോലി ചെയ്യട്ടെ. ലെറ്റ് ഹെർ ഡു ഹെർ ജോബ്. അവൾ വിശ്രമിക്കട്ടെ. വിശ്രമിക്കുക ടേക്ക് റെസ്റ്റ് ആണെന്നറിയാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. ലെറ്റ് ഹെർ ടേക്ക് റെസ്റ്റ്. അവൾ വിശ്രമിക്കട്ടെ. ലെറ്റ് ഹെർ ടേക്ക് റെസ്റ്റ്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ കുർബാനയിലൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് നമുക്ക് പ്രാർത്ഥിക്കാം. എന്താണ്? നമുക്ക് പ്രാർത്ഥിക്കട്ടെ എന്നല്ല, നമ്മൾ വന്നതുകൊണ്ട്. പൊതുവെ അർത്ഥം ഇങ്ങനെയായിരിക്കും, ലെറ്റ് us pray. നമുക്ക് കഴിക്കാം. നമുക്ക് ഭക്ഷണം കഴിക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ലെറ്റ് us eat അല്ലെങ്കിൽ ലെറ്റ് us have food. ലെറ്റ് us eat മതി സാധാരണ രീതിയിൽ പറയുമ്പോൾ. അവർ ശ്രമിക്കട്ടെ. വിശ്രമിക്കട്ടെ അല്ല കേട്ടോ, ശ്രമിക്കട്ടെ. ശ്രമിക്കുക എന്താണ്? ലെറ്റ് them try. ശ്രദ്ധിക്കുക, ലെറ്റ് they അല്ല, ലെറ്റ് them try. അടുത്തത് അവർ കൊണ്ടുവരട്ടെ. കൊണ്ടുവരിക ബ്രിങ് ആണ്. ബ്രിങ്. ഒന്ന് ട്രൈ ചെയ്യൂ. ലെറ്റ് them bring. അവർ കൊണ്ടുവരട്ടെ. ലെറ്റ് them bring. ആദ്യത്തെ സെൻറ്റൻസ് നമുക്ക് പുറത്ത് കാത്തിരിക്കാം. ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കൂ. ലെറ്റ് us wait outside.